ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് നിങ്ങളുടെ ലേറ്റ് രജിസ്ട്രേഷനും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള എഡിറ്റിംഗ് ഓപ്ഷന് നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ 3ാം അലോട്ട്മെൻറ്റിനെ തുടർന്നുള്ള പ്രവേശനത്തിനു ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിന് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിലേക്ക് 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അഫിലിയേറ്റ് കോളേജുകളിലെ സർവകലാശാല സെൻറ്ററുകളിലെ ശാസ്ത്രീയ കോഴ്സുകളിൽ ഒഴിവുകൾ നിലനിൽക്കുന്ന സീറ്റുകൾ നികത്തുന്നതിനായി അതത് കോഴ്സുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് നൽകുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ നിന്നും കോളേജുകൾ മെറിറ്റ് അനുസരിച്ച് നേരിട്ട് പ്രവേശനം നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡഡിലേക്ക് 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വൈസുമായിരിക്കും ഇനിയും അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ കോളേജുകളിലും ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും നിങ്ങളെ കോളേജിൽ നിന്നും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എഡിറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 15/7/2024 മുതൽ 18/7/2024 5 PM വരെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ സമർപ്പിച്ച അപേക്ഷയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നതിനും ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പേര്, രജിസ്റ്റർ നമ്പർ, ജനന തീയതി എന്നിവ ഒഴികെ പുതിയ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടിയവർ, ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരായി ഹയർ ഓപ്ഷനിൽ റദ്ദ് ചെയ്ത് പ്രവേശനം നേടിയവർ എന്നിവരൊഴികെ എല്ലാവർക്കും എഡിറ്റിംഗ് സൗകര്യം ലഭ്യമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 2 കാറ്റഗറിക്ക് മാത്രം എഡിറ്റിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല, ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച സർവകലാശാല നിർദ്ദേശങ്ങൾ പാലിക്കാതെ വിവിധ ഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തുപോയ വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്ത് അപേക്ഷ പൂർത്തീകരിച്ചാൽ മാത്രം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതാണ്. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ ഫീസ് അടയ്ക്കുക, അലോട്ട്മെൻറ്റ് ഫീ അടയ്ക്കാതെ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്നും പുറത്തായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാതെ നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ നിന്നും പുറത്തായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ നിങ്ങൾ പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ്. 3ാം അലോട്ട്മെൻറ്റിന് ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്ഥിരം അഡ്മിഷൻ എടുക്കാൻ അവസരം ലഭ്യമാക്കിയിട്ടുണ്ട്. ഹയർ ഓപ്ഷനുകൾ നിലനിൽക്കുന്ന പക്ഷം T ഓപ്ഷനുകൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആയത് നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഇതോടെ മുൻപ് അലോട്ട്മെൻറ്റ് മുഖേന ലഭിച്ചിരുന്ന അഡ്മിഷൻ നഷ്ടപ്പെടുന്നതും അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതുമല്ല. അപ്പോൾ ഈ ഒരു 3ാം അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷൻ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത ആ ഒരു കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ നിലവിലെ അപേക്ഷ പ്രകാരം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി അപേക്ഷ പൂർത്തീകരിച്ച് മുഴുവൻ വിദ്യാർത്ഥികളെയും പുതുക്കിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് റാങ്ക് ലിസ്റ്റിലേക്കും പരിഗണിക്കുന്നത്. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും പുതിയ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം. നിങ്ങൾ പുതിയ ഓപ്ഷൻസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഓപ്ഷനാണോ ഹയർ ഓപ്ഷൻ കിടക്കുന്നത് അതായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്താലും ആ ഒരു ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് നിങ്ങളെടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ലേറ്റ് രജിസ്ട്രേഷൻ്റെ കാര്യമാണ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനായി 310 രൂപ ലേറ്റ് ഫീയോടുകൂടി ലേറ്റ് രജിസ്ട്രേഷനുള്ള സൗകര്യം 15/7 മുതൽ 18/7 5 PM വരെ ലഭ്യമാണ്. അപ്പോൾ ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ പോയവർക്ക് 310 രൂപ ലേറ്റ് ഫീയോടുകൂടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.admission.uoc.ac.in എന്ന വെബ്സൈറ്റാണ്. ആ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പുതിയതായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രസ്തുത വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളെ കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും അതുപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുക. 31/7/2024 ശേഷം ലേറ്റ് രജിസ്ട്രേഷനുള്ള സൗകര്യം വീണ്ടും ലഭ്യമായിരിക്കും.
പിന്നെ കേരള സ്റ്റേറ്റ് ആർട്സ് ഫെസ്റ്റിവൽ, NSS, NCC, SPC, നന്മമുദ്ര എന്നിവയിൽ +2 തലത്തിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ വെയിറ്റേജ് മാർക്കിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. അപേക്ഷയിലെ അപാകതകൾ നിമിത്തം നിലവിലെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രവേശനം നഷ്ടപ്പെടുകയും തുടർന്നുള്ള പ്രവേശന നടപടികളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ്. അപേക്ഷയിലെ യാതൊരുവിധ തിരുത്തലുകളും സർവകലാശാല നേരിട്ട് ചെയ്യുന്നതല്ല. അപ്പം എഡിറ്റ് ചെയ്യേണ്ടവർക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് അപ്ലൈ ചെയ്യേണ്ടവർക്കും 15/7 മുതൽ 18/7 വരെയാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ളിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വെബ്സൈറ്റിൽ സീറ്റ് വേക്കൻസി ഒക്കെ പബ്ലിഷ് ചെയ്യും. അത് നോക്കിയിട്ട് സീറ്റുകളുള്ള കോളേജുകളൊക്കെ നിങ്ങൾ പുതിയ കോളേജുകളായിട്ടൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ ഒരു അലോട്ട്മെൻറ്റും ലഭിക്കാത്തവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ കോളേജുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇൻഡെക്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടാൻ സാധ്യത ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ കോളേജുകളൊക്കെ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പം ഓൾറെഡി ഏതെങ്കിലും കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല. പുതിയ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.